ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ ഉണ്ടായേക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതി അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത്. രാഹുലിനെതിരെ ഗുരുതരമായ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഗർഭഛിദ്രം നടത്തിയതിനുള്ള തെളിവുണ്ടെന്നും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് യുവതിയുമായി ഉള്ളതെന്നും ഗർഭഛിദ്രത്തിന് മരുന്ന് കഴിക്കാൻ താൻ നിർബന്ധിച്ചിട്ടില്ലെന്നും രാഹുൽ വാദിച്ചു. അതിജീവിതയ്ക്ക് പീഡനം നടന്നുവെന്ന് പറയുന്ന കാലയളവിൽ പോലീസുമായി ബന്ധമുണ്ടെന്നും രാഹുൽ ആരോപിച്ചു. സിജോ വി ജോൺ ചേരുന്നു. ഒപ്പം വിജിൻ വായന്തോടും നമ്മോടൊപ്പം ചേരും. പ്രോസിക്യൂഷന്റെയും രാഹുലിന്റെയും വാദങ്ങൾ അറിയിക്കാൻ ആദ്യം സിജോ, രാഹുലിന്റെ വാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പ്രോസിക്യൂഷനിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് അപ്പൊ ഈ രാഹുൽ വാദിക്കുന്നത് നേരത്തെ ഉഭയസമ്മതത്തോടെ നടന്ന ലൈംഗിക ബന്ധം മാത്രമാണ് ഇത് എന്നാണല്ലോ. അതിന് എന്തൊക്കെ തരത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ രാഹുൽ എടുത്തു പറയുന്നുണ്ട്? രാഹുൽ പറയുന്നത് ഈ യുവതിയുമായി തനിക്ക് ബന്ധപ്പെട്ട് സൗഹൃദമുണ്ട്. അത് പിന്നീട് ഈ വേറെ ഭർത്താവുമായിട്ട് അകന്നതിന് ശേഷം ആ ബന്ധം അടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ യുവതിയുടെ കൂടി സമ്മതപ്രകാരമാണ് താൻ ഇവരുമായി ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അത് ആരെയോ ബലാത്സംഗം ചെയ്യുകയല്ല, യുവതിയെ ബലാത്സംഗം ചെയ്യുകയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ പ്രഗ്നന്റ് ആയെന്ന് പറയുന്നു. പ്രഗ്നന്റ് ആയതിനു ശേഷം ഇവരെ അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താൻ നിർബന്ധിച്ചിട്ടില്ല. ഈ അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യുവതിയാണ് സ്വന്തം താല്പര്യപ്രകാരം തീരുമാനമെടുക്കുന്നത്. അതിന് മരുന്ന് നൽകണമെന്ന് യുവതി തന്നെയാണ് തന്നോട് ആവശ്യപ്പെട്ടത് എന്നുള്ള കാര്യമാണ് പ്രധാന വാദമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ മൊഴിയിൽ യുവതി പറഞ്ഞിരുന്നത് ഇവരെ ഒരു വിവാഹം നടന്നിരുന്നു. വിവാഹത്തിന് ശേഷം 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത്. അതിനുശേഷം 1 മാസത്തിന് ശേഷം ഇവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷമാണ് താനുമായി അടുപ്പത്തിലാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്ന കാലയളവിൽ, അതായത് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാലയളവിൽ ഇവർ തനിക്കൊപ്പമല്ല ഉണ്ടായിരുന്നത്, ഇവർ ഭർത്താവിനൊപ്പമാണ് ജീവിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ, ഈ യുവതിയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം തന്നെ സംസാരിക്കുന്ന ഓഡിയോ, അതോടൊപ്പം തന്നെ ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞ കാലയളവിൽ ഭർത്താവിനൊപ്പമാണ് ഉണ്ടായിരുന്നതെന്നും തെളിയിക്കുന്ന ചിത്രങ്ങൾ, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഹാജരാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ്. അതിന് കോടതി എന്ത് വ്യവസ്ഥ വേണമെങ്കിലും പറഞ്ഞോളൂ, അത് പൂർണ്ണമായും താൻ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം പ്രോസിക്യൂഷന്റെയും വാദം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വാദം പൂർത്തിയായതിനു ശേഷം, രണ്ടുപേരെയും വാദം പൂർത്തിയായതിനു ശേഷം ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കോടതി പരിശോധിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്യുക.